Hello dears, in this class we are going to see about motor development. In the previous class we have seen what is physical development, and let us define motor development here. As we already know, motor development is the development of strength, speed and accuracy in the use of muscular parts, the coordination and control of these muscular parts. നമ്മൾ പറഞ്ഞു ന്യൂറോ മസ്കുലാർ കോർഡിനേഷൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ന്യൂറോൺസ് വഴി മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന എത്ര പ്രിസൈസായിട്ട്, എത്ര ആക്യുറേറ്റായിട്ട്, എത്ര സ്ട്രെങ്ത്തിൽ നമുക്കത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ്, ആ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് മസ്കുലർ പാർട്സിൻ്റെ സ്ട്രെങ്ത്, അതേപോലെ തന്നെ മസ്കുലർ പാർട്സിൻ്റെ സ്പീഡ്, മസ്കുലർ പാർട്സ് ഉപയോഗിക്കുന്നതിലുള്ള ആക്യുറസി, ഇതിനെയാണ് നമ്മൾ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മോട്ടോർ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മോട്ടോർ ഡെവലപ്മെൻറ്റുകളെ പറ്റിയിട്ട് നമ്മൾ പറയണം. ഗ്രൂസ് മോട്ടോർ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റും പറയണം. ഗ്രൂസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂസ് ആ വാക്കിൽ തന്നെയുണ്ട്, ലാർജ് മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഗ്രൂസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ആംസ്, അതേപോലെ കാല് മുഴുവനായിട്ട്, ബോഡി മുഴുവനായിട്ട്, അങ്ങനെയുള്ള ലാർജ് മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് ഗ്രൂസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം, ഗ്രൂസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഗ്രൂസ് മോട്ടോർ ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ലാർജ് മസിൽസ് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാവശ്യമായ കഴിവുകളെ, നൈപുണികളെയാണ് നമ്മൾ ഗ്രൂസ് മോട്ടോർ സ്കില്ലുകൾ എന്ന് പറയുന്നത്. അവിടെ റണ്ണിങ്, ജമ്പിങ്, നമ്മൾ ഹോൾ മസിൽ ഉപയോഗിച്ച്, കാലിൻ്റെ ഹോൾ മസിൽ ഉപയോഗിച്ചിട്ടാണ് റണ്ണിങ്, ജമ്പിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഗ്രൂസ് മോട്ടോർ സ്കിൽസിനുള്ള ഉദാഹരണങ്ങൾ. പേര് പോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഫൈനായിട്ടുള്ള ആക്ടിവിറ്റീസ്, സൂക്ഷ്മമായ ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെ വേണ്ടുന്നത് സ്മോളർ മസിൽസാണ്. അപ്പോൾ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോളർ മസിൽസ്, അതായത് ഹാൻഡ്സിൻ്റെ മസിൽസ്, ഫിംഗർ മസിൽസ്, റിസ്റ്റ് മസിൽസ്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഒരു പേന പിടിക്കാൻ പഠിക്കുക, ഷൂലീസ് കെട്ടാൻ പഠിക്കുക, ഒരു കുപ്പി, ഒരടപ്പ് കൊണ്ടൊരു കുപ്പി അടയ്ക്കാൻ പഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഗ്രൂസ് മോട്ടോർ ഡെവലപ്മെൻറ്റും ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റും, അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂസ് മോട്ടോർ സ്കിൽസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജിലായിട്ട് ഈ മോട്ടോർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഫൻസിയിൽ. ഇൻഫൻസി എന്ന് പറയുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, 0 to 2 years ആണ് ഇൻഫൻസി എന്ന് പറയുന്നത്. ഇൻഫൻസിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു ന്യൂ ബോൺ ജനിച്ച് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഏതാനും ദിവസങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ കയ്യും കാലും ഒക്കെ അനക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കൈകാലിട്ടടിച്ച് കളിച്ച്, നമ്മൾ കൈ കാലിട്ടടിച്ച് കളിക്കുക എന്നാണ് പറയുക. കൈയും കാലും ഇട്ടടിച്ച് കളിച്ചൊക്കെ കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ കോരിയാണ് എടുക്കുക. രണ്ട് കൈയിലും കോരി കിടക്കുന്ന അതേ പൊസിഷനിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ പറയും കുഞ്ഞിനെ നിവർത്തിയെടുക്കരുത്, കാരണം കുഞ്ഞിൻ്റെ കഴുത്തുറച്ചിട്ടില്ല എന്ന് പറയും. കഴുത്തുറച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കഴുത്തിലെ മസിൽസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളതാണ്, ഫിറ്റായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 3 മാസം ആകുമ്പോഴേക്കും നമുക്കറിയാം, നമ്മൾ മടിയിലൊക്കെ ഒന്ന് കമിഴ്ത്തി കിടത്തിയാലും ഒക്കെ കഴുത്ത് പതുക്കെ പൊക്കാനായിട്ട് കുഞ്ഞിന് സാധിക്കും. അങ്ങനെ ഹെഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് ഈ 2 to 3 months. അപ്പോൾ കഴുത്തിൻ്റെ മസിലുകളാണ് ആദ്യം കുഞ്ഞിൻ്റെ ഉറച്ചിരിക്കുന്നത്. 2 to 3 months ആകുമ്പോഴേക്കും കഴുത്തിൻ്റെ മസിലുകൾ ഉറച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് തല ഉയർത്താനായിട്ട് തുടങ്ങും. ഇതേ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
ഒരു ഒബ്ജക്റ്റിനെ എയിം ചെയ്യാൻ കുട്ടിക്ക് പറ്റില്ല. അതായത് കൃത്യമായി നമ്മൾ കാണിക്കുന്ന ഒരു വസ്തുവിലേക്ക് പിടിക്കാനായിട്ട് കുട്ടിക്ക് പറ്റില്ല. റീച്ച് ആൻഡ് മിസ്സാണ്. അതായത് കുഞ്ഞ് പിടിക്കാൻ ശ്രമിക്കും, കുഞ്ഞിന് കിട്ടത്തില്ല. രണ്ട് കൈയും ശരീരവും കാലും എല്ലാം കൂടി എടുത്തുകൊണ്ട് കുട്ടി ആ ഒബ്ജക്റ്റിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ കുട്ടിക്ക് ഒബ്ജക്റ്റിനെ കൃത്യമായി എയിം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അവിടെ ഒരു മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ്. ദെൻ 3 to 4 months ആകുമ്പോഴേക്കും ചെസ്റ്റിൽ പൊങ്ങാനായിട്ട്, നെഞ്ചുകൊണ്ട് പൊങ്ങാനായിട്ട് കുട്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കഴുത്തുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് നെക്സ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കമിഴ്ന്ന് വീഴുക. കാരണം ഇപ്പോൾ കമിഴ്ന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്തുറച്ച കുഞ്ഞിന് തല പൊക്കി പിടിക്കാൻ പറ്റും, അപ്പോൾ മൂക്കിടിക്കില്ല, ശ്വാസം മുട്ടില്ല. അതുകൊണ്ടാണ് കഴുത്തുറച്ച ശേഷമാണ് കുഞ്ഞ് കമിഴ്ന്ന് വീഴാനായിട്ടുള്ള ശ്രമം നടത്തുക. അങ്ങനെ കമിഴ്ന്ന് വീണ കുഞ്ഞ് 4 മാസം ആകുമ്പോഴേക്കും നെഞ്ചുകൊണ്ട് പതുക്കെ പൊങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ നെഞ്ചുകൊണ്ട് പതുക്കെ പൊങ്ങാനായിട്ട് തുടങ്ങുക എന്ന് പറയുമ്പോഴേക്കും കൈയുടെ മസിൽസ് സ്ട്രോങ് ആയിട്ടുണ്ടാകും. കാരണം കയ്യിലൊരു ബലം കൊടുത്തെങ്കിൽ മാത്രമേ ഈ പൊങ്ങാനായിട്ട് കഴിയുള്ളൂ. കഴുത്തിൽ നിന്ന് താഴേക്ക് ചെസ്റ്റിലേക്കുള്ള മസിൽസ് സ്ട്രോങ് ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ചെസ്റ്റ് ഉയർത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടിയുടെ കഴുത്തിൻ്റെ മസിൽസ് റെഡിയായി, കൈയുടെ മസിൽസ് കുറച്ച് സ്ട്രോങ് ആയി, ഫുള്ളായിട്ട് സ്ട്രോങ് ആയി എന്നല്ല, സ്ട്രോങ് ആയി വരുന്നു. ദെൻ ചെസ്റ്റ് മസിൽസും സ്ട്രോങ് ആവുന്നു. സോ ഹി ക്യാൻ ലിഫ്റ്റ് ഹിസ് ചെസ്റ്റ്. ഈ സമയത്തും ആ റീച്ച് ആൻഡ് മിസ് എന്ന് പറയുന്ന കാര്യം തുടരും. അതായത് ഒബ്ജക്റ്റിനെ എയിം ചെയ്യാനായിട്ട് 3 മാസത്തിലും പറ്റില്ല. പക്ഷേ ക്രമേണ 2 കൈയും ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഗ്രാസ്പ് ചെയ്യാനും ആയിട്ട് കുട്ടിക്ക് സാധിക്കും. അതായത് എയിം ചെയ്തെങ്കിൽ മാത്രമേ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് 4 മാസത്തിലേക്ക് എത്തുമ്പോൾ ദ ചൈൽഡ് ക്യാൻ എയിം ദ ഒബ്ജക്റ്റ് ആൻഡ് ക്യാൻ ഗ്രാസ്പ് വിത്ത് ബോത്ത് ആംസ്. നമ്മൾ കൊടുക്കുന്ന ഒരു കളിപ്പാട്ടമോ ഒരു തുണിയോ എന്താണെന്ന് വെച്ചാൽ അത് 2 കൈയും കൊണ്ട് ക്യാച്ച് ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കും. ക്യാച്ച് ചെയ്യാനല്ല, ജസ്റ്റ് പിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ വിരൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വിരലിൽ കയറി പിടിക്കും. സ്പോണ്ടേനിയസ് ഗ്രാസ്പ് ഓഫ് ഫിംഗേഴ്സ്. ഇതെല്ലാം 4 months കാണിക്കുന്നതാണ്. ദെൻ 4 to 5 months ആകുമ്പോഴേക്കും ആ കിടത്തുന്നിടത്ത് കിടക്കില്ല, കിടന്ന് തിരിയും. ക്രീപ്പ് വിത്ത് ചെസ്റ്റ്. നമ്മൾ നീന്തുക എന്നാണ് മലയാളത്തിലുള്ള പ്രയോഗം. നെഞ്ചുപയോഗിച്ചിട്ട് നിരങ്ങി നീങ്ങാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അതിനെ നീന്തുക എന്ന് പറയും. ക്രീപ്പ് വിത്ത് ചെസ്റ്റ്. ആ ഒരു പ്രവർത്തനം തുടങ്ങും. ദെൻ ഇരുത്തിക്കഴിഞ്ഞാൽ തലയണയൊക്കെ വെച്ച് സപ്പോർട്ടൊക്കെ കൊടുത്ത് നല്ല നമ്മളൊന്ന് മടിയിൽ നമ്മളൊന്ന് പിടിച്ചുകൊണ്ടൊക്കെ ഇരുത്തിക്കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇരിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി തനിയെ ഇരിക്കും എന്നല്ല, നമ്മൾ ഇരുത്തിയാൽ, നമ്മുടെ മടിയിലിരുത്തിയാൽ അല്ലെങ്കിൽ ഒരു തലയണയുടെ സപ്പോർട്ടോടുകൂടിയൊക്കെ നമ്മൾ ഇരുത്തിയാൽ കുട്ടി ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ സൈഡിലോട്ട് അങ്ങ് വീഴുകയും ചെയ്യും. അപ്പോൾ സിറ്റ് വിത്ത് സപ്പോർട്ട് ഒരു 4 to 5 months ആകുമ്പോഴേക്കും ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെസ്റ്റിൽ നിന്ന് താഴേക്ക് അബ്ഡോമിനൽ മസിൽസൊക്കെ സ്ട്രോങ് ആയിട്ട് വരികയാണ്. വേസ്റ്റ് വരെയൊക്കെ സ്ട്രോങ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ മടിയിലിരുന്നുകൊണ്ട് ഒരു പാവയോ ഒരു കളിപ്പാട്ടത്തെയോ ഒക്കെ പിടിച്ച് അതിനെയും കൂടെ പിടിച്ചും കൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ മടിയിലിരുന്നുകൊണ്ട് ഒരു കളിപ്പാട്ടത്തെ കൂടെ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഈ 5 മാസം ആകുമ്പോഴേക്കും സാധിക്കും. ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ചെറിയ പെൻസിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പന്തോ ഒക്കെ കൈ കൊടുക്കുന്നെങ്കിൽ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ സമയത്തേ സാധിക്കുള്ളൂ. ഇതിന് മുന്നേ ഒന്നും കുട്ടിക്ക് സാധിക്കില്ല. ഈ ഒരു 5 മാസം ആകുമ്പോഴേക്കും കുട്ടിക്കത് സാധിക്കും. ദെൻ 6 to 8 months ആകുമ്പോഴേക്കും തനിയെ എഴുന്നേക്കാൻ, അതായത് ഈ കമിഴ്ന്ന് വീണിട്ട് പതുക്കെ ഒന്ന് ബട്ടക്ക് കൊണ്ടൊക്കെ ഒന്ന് പൊങ്ങി ഒരു കാലൊക്കെ ഒന്ന് പതുക്കെ മടക്കി ഒന്ന് പതുക്കെ ഇരിക്കാനുള്ളൊരു ശീലം ഒരു 6 to 8 months ആകുമ്പോഴേക്കും കുട്ടി പഠിക്കും. ദെൻ 8 to 9 months ആകുമ്പോഴേക്കും ക്രീപ്സ് വിത്ത് ഹാൻഡ്സ് ആൻഡ് നീ, അതായത് മുട്ടിലിഴയാനായിട്ട് 8 മുതൽ 9 മാസം ആകുമ്പോഴേക്കും മുട്ടിലിഴയാനായിട്ട് തുടങ്ങും. അതുപോലെ മുട്ട് പൊങ്ങി നിൽക്കാനായിട്ട്, അതേപോലെ തന്നെ പതുക്കെ ഒന്ന് മുട്ടേ പൊങ്ങി നിൽക്കും. ചിലപ്പോൾ ഒരാളുടെ ഹെൽപ്പോട് കൂടി നിൽക്കും. ഇതിനൊക്കെ പറ്റും. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കും, പിടിവിട്ടാൽ താഴെ വീഴും. ദെൻ 9 to 10 months ആകുമ്പോഴേക്കും കാണുന്ന ഫർണിച്ചറിലോ ഒരു ചെറിയ കഷ്ണം തുണിയാണെങ്കിൽ ടേബിൾ ക്ലോത്തിലൊക്കെ പിടിച്ചുകൊണ്ട് എഴുന്നേക്കാൻ ശ്രമിക്കും. ഈ സമയത്താണ് നമ്മൾ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നത്. കാരണം TV സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ടേബിളിലുള്ള ക്ലോത്തിലൊക്കെ പിടിച്ച് കുഞ്ഞ് പൊങ്ങാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിനറിയില്ല ഇതൊന്നും. അതിന് പിടിക്കാൻ കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ പിടിച്ച് പോകുന്ന സമയത്ത് സാധനങ്ങളൊക്കെ മറിഞ്ഞ് കുഞ്ഞിൻ്റെ മേത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഇരിക്കുന്ന സാധനത്തിന് ഭാരമുണ്ടോ ഭാരമില്ലയോ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒരു ചിന്തകളും കുഞ്ഞിൻ്റെ കോഗ്നീഷനിൽ വരുന്നില്ല, അവൻ്റെ ചിന്തയിലേക്ക് വരുന്നില്ല. അവന് പിടിക്കാൻ കിട്ടുന്ന ഒരു സാധനം, ഒരു ചെറിയ പുൽക്കൊടിയാണെങ്കിലോ അതിൽ പിടിച്ചിട്ട് കുഞ്ഞ് എഴുന്നേൽക്കാനായിട്ട്
ശ്രമിക്കാം. അതിന് മറ്റ് ഒബ്ജക്റ്റുകളെ പറ്റി, അതിൻ്റെ എക്സ്റ്റേണൽ വേൾഡിനെ പറ്റി കാര്യമായ ബോധ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ഫർണിച്ചറിലോ ഒക്കെ പിടിച്ചിട്ട് പതുക്കെ എഴുന്നേൽക്കുന്ന ഈ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. കുട്ടിയുടെ പുറത്തേക്കൊന്നും മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ പിൻസർ ഗ്രാഫ്സ്, അതായത് ഇത്രയും നാൾ ഹോൾ ബോഡി ഉപയോഗിച്ചിട്ട്, ആദ്യം കുഞ്ഞ് 3 മാസമൊക്കെ ആയപ്പോൾ ഹോൾ ബോഡി ഉപയോഗിച്ചിട്ടാണ് ഒരു വസ്തുവിനെ പിടിക്കാൻ ശ്രമിച്ചത്. പിന്നീട് കൈ കൊണ്ട് പിടിക്കാൻ, 2 കൈ കൊണ്ടും പിടിക്കാനായിട്ട് പഠിച്ചു. അതിനുശേഷം ഒരു കൈയിലിരിക്കുന്ന സാധനം മറ്റേ കൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പഠിച്ചു. 10 മാസം ആകുമ്പോഴേക്കും കുട്ടി ഫിംഗർ കൊണ്ട് 2 വിരൽ അല്ലെങ്കിൽ 3-4 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ എടുക്കാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് നമുക്ക് കൊടുക്കാവുന്ന നല്ല എക്സസൈസാണ് ഒരു കുപ്പിയോ ഒരടപ്പും കൂടെ കൊടുത്തിട്ട് അടയ്ക്കാനും തുറക്കാനും. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിയാണ്. പക്ഷെ വളരെ ശ്രദ്ധിക്കണം, ഈ അടപ്പ് കുട്ടിയുടെ വായിൽ പോകാതെ ശ്രദ്ധിക്കണം. കാരണം കിട്ടണതൊക്കെ വായിലിടാനുള്ള ഒരു ടെൻഡൻസി ഈ സമയത്തൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഒരു കുപ്പി അടപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രിസിഷൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റിയൊരു മോട്ടോർ ആക്ടിവിറ്റിയാണ് അതെന്ന് പറയുന്നത്. പേനയുടെ ക്യാപ്പ് പേനയിൽ കൃത്യമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യുന്നത് ഈ സമയത്ത് നല്ലതാണ്. ദെൻ 10 to 11 months ആകുമ്പോഴേക്കും തനിയെ എഴുന്നേറ്റ് നിൽക്കാനായിട്ട്, അതേപോലെ തന്നെ നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മൾ പിച്ച നടത്തുമല്ലോ, അതേപോലെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്താനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് 10 to 11 months. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സമയത്തെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം കുട്ടിക്ക് എക്സ്റ്റേണൽ വേൾഡ് എന്താണെന്നറിയില്ല, എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് എന്താണെന്നറിയില്ല. മുട്ടിലിഴങ്ങി നടക്കാനൊക്കെ ചെല്ലുമ്പോൾ അവനവൻ്റെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം, അവന് ചുറ്റുമുള്ളതിനെ അവൻ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ആ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് കണ്ണിൽ കിട്ടുന്ന എല്ലായിടത്തും വായിലിടും. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് തിയറീസ് പഠിക്കാം. കുട്ടിയുടെ കോഗ്നീഷൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന മൗത്തിൻ്റെ പാർട്സുമായിട്ടാണ്. അതുകൊണ്ടാണ് കണ്ണ് എല്ലായിടത്തും വായിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്നത്. കുഞ്ഞ് ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നതാണത്. പക്ഷേ അത് കുഞ്ഞിൻ്റെ ഹെൽത്തിന് കുഴപ്പമാവാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ദെൻ 11 months ആകുമ്പോഴേക്കും തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ, 12 months ആകുമ്പോഴേക്കും തനിയെ നടക്കാൻ ഒക്കെ കുട്ടി പഠിക്കും. 10 to 21 months ആകുമ്പോഴേക്കും സ്ക്രിബിൾ വിഗറസ്ലി, വെറുതെ കുത്തി വരയ്ക്കുക. ഒരു പേനയോ പെൻസിലോ ഒക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വിഗറസ് ആയിട്ട് കുത്തി വരയ്ക്കാനായിട്ടൊക്കെ കുട്ടി പഠിക്കും. അതായത് ആ എത്ര പ്രിസൈസായിട്ട് ഹോൾ ബോഡി കൊണ്ടൊരു ഒബ്ജക്റ്റിനെ പിടിച്ച കുട്ടി 2 കൈകൾ കൊണ്ട് പിടിച്ച്, 1 കൈ കൊണ്ട് പിടിച്ച്, 4 വിരലുകൾ കൊണ്ട് പിടിച്ച്, 1, 2, 3 വിരലുകളിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് സ്ക്രിബ്ലിംഗ് വിഗറസ്ലി എന്നുള്ളത്. മാത്രമല്ല ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ്. ദെൻ 16 months ആകുമ്പോഴേക്കും സ്റ്റെപ്പ് കയറാനായിട്ട്, ഒരാളുടെ സഹായത്തോടു കൂടി സ്റ്റെപ്പ് കയറാനായിട്ട് കുട്ടി പഠിക്കും. അതേപോലെ 24 മാസം ആകുമ്പോഴേക്കും, 2 വയസ്സാകുമ്പോഴേക്കും ടിപ്ടോ, അങ്ങനെ നടക്കാനായിട്ട് വിരലിൽ കുത്തി നടക്കുക, ഉപ്പൂറ്റിയിൽ കുത്തി നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല അഭ്യാസങ്ങളും. അതായത് ഏറ്റവും ലോവസ്റ്റായിട്ടുള്ള ശരീരത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള മസിൽസ് വരെ കുട്ടിയുടേത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓർക്കാം, ഡെവലപ്മെൻറ്റ് സെഫാലോകോഡൽ എന്ന് നമ്മൾ പറഞ്ഞു. ഹെഡ് ടു ടെയിലാണ്, ഹെഡ് ടു ഫൂട്ടാണ് ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ്. കഴുത്തിൻ്റെ മസിലിൽ നിന്ന് കാലിൻ്റെ പെരുവിരലിൻ്റെ മസിൽ വരെ ഗ്രാജുവലായി 24 മാസം കൊണ്ട് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇത്രയാണ് ഇൻഫൻസി സ്റ്റേജിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ അടുത്തത് എന്ന് പറയുന്നത്, ഇത് ആ ഒരു സ്റ്റേജാണ്. കുട്ടി കമിഴ്ന്ന് വീഴുന്നു, ചെസ്റ്റിൽ പൊങ്ങുന്നു, കൈ കുത്തി നിൽക്കുന്നു, പതുക്കെ സപ്പോർട്ടോടുകൂടി ഇരിക്കുന്നു, തനിയെ ഇരിക്കുന്നു, പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, അതേപോലെ തന്നെ എഴയുന്നു, പതുക്കെ നടക്കാൻ തുടങ്ങുന്നു, സ്റ്റാൻഡ് അലോൺ, വാക്ക് അലോൺ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഇസ് ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 to 6 years ആണ് ഏർലി ചൈൽഡ്ഹുഡ്. അപ്പോൾ നമ്മളുടെ കുട്ടി നടക്കാനും സ്റ്റെപ്പ് കയറാനും വരെ പഠിച്ചു, തനിയെ നടക്കാം, തനിയെ സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ കയറുന്ന കുട്ടിക്ക് എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറാൻ, അവൻ ഓരോ മോട്ടോർ സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നതിനനുസരിച്ച് അവൻ്റെ എക്സ്റ്റേണൽ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ പതുക്കെ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞു കയറാൻ തുടങ്ങും. ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് കയറുക, കസേരയിൽ വലിഞ്ഞ് കയറുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഹീസ് എക്സ്പ്ലോറിങ് ഹിസ് വേൾഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ജമ്പിങ്, ചാടാൻ പഠിക്കുന്നു, ട്രൈസൈക്ലിങ് പഠിക്കുന്നു, 3 ചാടുള്ള സൈക്കിൾ. പക്ഷേ നമ്മൾ നോക്കൂ, ഒരു വിരോധാഭാസം എവിടെയുണ്ട്. നമ്മൾ 1ാം പിറന്നാളിന് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. 1ാം പിറന്നാളിന്
ഒരു സൈക്കിൾ ഉണ്ടാവും, ഒരു കുതിരയുണ്ടാവും, ഒരു ആടുന്ന കസേര ഉണ്ടാവും, ഒരു ഊഞ്ഞാലുണ്ടാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഓരോ റിലേറ്റീവ്സും എന്തെങ്കിലും കൊടുക്കണ്ടേ കുഞ്ഞിന്, അതിന് വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കുന്നത്. നോക്കൂ, ഈ ട്രൈ സൈക്ലിംഗ് എന്ന് പറയുന്ന കാര്യം കുട്ടിക്ക് പറ്റുന്നത് ഏർലി ചൈൽഡ്ഹുഡിൽ 2 വയസ്സിന് ശേഷം മാത്രമാണ് കുട്ടിക്ക് ട്രൈ സൈക്ലിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളൊരു കുട്ടിയെ അതിലിരുത്തി കഴിഞ്ഞാൽ അറിയാം, അവൻ 2 പെഡലും ഒരുപോലെ താഴേക്ക് ചവിട്ടും. അല്ലാതെ ഒരു പെഡലിൽ താഴേക്ക് ചവിട്ടുമ്പോൾ മറ്റേ പെഡൽ മുകളിലേക്ക് ഉയർന്നു വരും. അപ്പോൾ ആ കാല് ലൂസാക്കണമെന്നോ പിന്നീട് ആ കാല് താഴേക്ക് ആഞ്ഞ് ചവിട്ടുമ്പോൾ മറ്റേ കാല് ലൂസാക്കി കൊടുക്കണമെന്നോ കുട്ടിക്കറിയില്ല. ശ്രദ്ധിച്ചു നോക്കൂ, കുട്ടിയെ സൈക്കിളിൽ എത്തി കഴിഞ്ഞാൽ കുട്ടി 2 പെഡലിലും 2 കാലും താഴേക്ക് അമർത്തി ചവിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ കുട്ടിക്ക് ഏർലി ചൈൽഡ്ഹുഡിലെത്തണം, 2 വയസ്സ് കഴിയണം. അതേപോലെ പന്ത്, ഒരു ഒബ്ജക്റ്റ് ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് മാറ്റാൻ നമ്മളുടെ ഇൻഫൻറ്റ് പഠിച്ചു. ഇവിടെ കുഞ്ഞ് പന്ത് എറിയാനായിട്ട് പഠിക്കും. അതേപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽ, സ്ക്രിബിൾ ചെയ്തിരുന്ന കുഞ്ഞ് കൃത്യമായി പ്രിസൈസായി കൃത്യമായ വരകൾ വരച്ചുകൊണ്ട് അക്ഷരങ്ങൾ എഴുതാനായിട്ട് പഠിക്കുന്ന റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അതേപോലെ തന്നെ കിക്കിങ്, പന്ത് തട്ടുക, പന്ത് ക്യാച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇവിടെ ആ സ്ക്രിബ്ലിങ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ പേന പിടിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത്. ഒരു 6 ഇയേഴ്സ് കഴിയുമ്പോൾ അതിനോട് അടുക്കുമ്പോഴാണ് കുട്ടിക്ക് കൃത്യമായി പേന പിടിക്കാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ പറ്റുന്നത്. അപ്പോൾ അത് കുട്ടിയുടെ തെറ്റല്ല, കുട്ടിക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ കിക്കിങ് പഠിക്കുന്നു. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലൂടെ നടക്കാനായിട്ട് പഠിക്കുന്നു. ഒരു പന്ത് എറിഞ്ഞു കൊടുത്താൽ അത് പിടിക്കാൻ, ക്യാച്ചിങ് പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ഷൂ ലേസ് തനിയെ കെട്ടാൻ പഠിക്കുന്നു. സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നു. ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, സ്പൂണും ഫോർക്കും ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ പതുക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരികയാണ്. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ പ്ലേ ആക്ടിവിറ്റീസ് വളരെ പ്രൊലോങ് ആയിരിക്കും. ഒരുപാട് നേരം കളിക്കാനായിട്ട് കുട്ടി ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മളൊരു സർക്കിളൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ വരയ്ക്കാനൊക്കെ ആയിട്ട് കുട്ടിക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുട്ടിയെ ആദ്യം റാ എന്ന അക്ഷരം പിന്നെ താ എന്ന അക്ഷരമൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 6 to 12 ഇയേഴ്സ് ആണ്. 6 to 12 ഇയേഴ്സ് ആകുമ്പോഴേക്കും ഹാൻഡിൻ്റെയും ഫിംഗർ മസിൽസിൻ്റെയൊക്കെ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ വളരെയധികം കൂടുന്ന ഒരു സമയമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. അതേപോലെ തന്നെ ഈ ലേറ്റർ ചൈൽഡ്ഹുഡിൽ ഉള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, അതായത് സ്വിമ്മിങ്, സ്കേറ്റിംഗ്, ബോൾ ഹാൻഡ്ലിങ്. ഇപ്പോൾ സമയത്ത് നമുക്ക് ക്രിക്കറ്റൊക്കെ പഠിപ്പിക്കാം ഈ ഒരു ലേറ്റർ ചൈൽഡ്ഹുഡിൽ. ടെന്നസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആയിട്ടുള്ള ടൈപ്പിംഗ്, ബട്ടൺ, ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക, ഡ്രോയിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് ഈ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് അഡോളസൻസ്. അഡോളസൻസിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് വീണ്ടും വളരെയധികം പ്രിസൈസ് ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം, സ്റ്റിച്ചിങ് ഒക്കെ പഠിപ്പിക്കാം. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്കൂളിലെ നിങ്ങൾ പഠിക്കുന്ന സമയത്തുണ്ടെന്ന് അറിയില്ല, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തയ്യൽ ക്ലാസ്സുകൾ, തുന്നൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒരു 8ാം ക്ലാസ്സോട് കൂടിയാണ്. കാരണം ആ ഒരു 13 ഇയേഴ്സ് ആകുമ്പോഴേക്കും ഈ പറയുന്ന ഫൈൻ മോട്ടോർ സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്റ്റിച്ചിങ്, അതുപോലെ സ്യൂയിങ്, കുക്കിംഗ്, വുഡ് വർക്കുകൾ ഒക്കെ, അതായത് ശില്പങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം, കളിമണ്ണ് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് അഡോളസൻറ്റ് സ്റ്റേജ്. ഫൈൻ മോട്ടോർ സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങും കണ്ടിന്യൂ ചെയ്യേണ്ടുന്ന ഒരു സ്റ്റേജും കൂടിയാണ് അഡോളസൻറ്റ് സ്റ്റേജ്. സ്പീഡ്, ആക്യുറസി, പ്രിസിഷൻ എല്ലാം ഇൻക്രീസ് ചെയ്ത് ഒരു അഡൾട്ടിനെ പോലെ അത് എത്തിച്ചേരേണ്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്തെ പ്രോപ്പർ ട്രെയിനിങ് വഴി നമുക്ക് കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോട്ടോർ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.